ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കണിക്കൊന്ന പൂത്തു കേട്ടോ. അപ്പോൾ അത് സന്തോഷം നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കണിക്കൊന്നല്ലേ, അതിപ്പോൾ വിഷുവായില്ലേ, എല്ലായിടത്തും പൂക്കുമല്ലാന്നല്ലേ. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിച്ച ഒരു ചെടിയുമ്മേലൊരു പൂ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവില്ലേ. അത്രേ ഉള്ളൂ. ചെറിയ സന്തോഷമല്ല കേട്ടോ. കാരണം ഇത് ഞാനിപ്പോൾ 4 വർഷമായിട്ടുള്ള വെച്ചിട്ടിത്. രണ്ടാമത്തെ വർഷം വെച്ച പിറ്റേ വർഷം കുറച്ച് പൂത്തായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് കൂടി പൂത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചേട്ടന് പരാതിയായിരുന്നു, എന്താ നിറച്ചുണ്ടാവാത്ത, വഴി കൂടി പോകുമ്പോഴൊക്കെ കാണുന്നതൊക്കെ നിറയെ പൂവുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നിറയെ പൂവാട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സന്ധ്യയാകുമ്പോൾ സന്ധ്യയേക്കാൾ സുന്ദരിയാണ് നമ്മുടെ കണിക്കൊന്ന. സന്ധ്യയുടെ കുങ്കുമവർണ്ണവും നേരത്തെ ചന്ദനത്തിരി മണവും കാറ്റും എല്ലാം കൂടി ആകുമ്പോൾ അതൊന്ന് ആസ്വദിക്കണം കേട്ടോ. പലരുടെയും വീട്ടിലുണ്ടാവുമല്ലേ കണിക്കൊന്ന, പക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.